അല്ല, ഞാനും മനോജും ഞങ്ങൾ ധീരൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് വരുന്നത്. അത് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കൃഷ്ണഗിരി സേലത്തിനടുത്ത്. ആ സിനിമയിൽ മനോജ് കെ ജയന്, ഞാൻ, രാജേഷ് മാധവൻ, അശോകൻ, വിനീത്, സുധീഷ്, അങ്ങനൊരു വലിയ താരനിരയുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. കുടുംബ സംഗമം പ്രമാണിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അടിപൊളി. അപ്പൊ എല്ലാരും കൂടി ടീമായിട്ട്. അതെ, ടീമായിട്ട്. പിന്നെ മാർക്കോ നന്നായിട്ട് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഈ പ്രോഗ്രാംസിനെ കുറിച്ച് എന്തുണ്ടേട്ടാ? ഇവിടെ ഒരു മാർക്കോയുടെ സെലിബ്രേഷൻ കൂടിയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെയോ? തന്നെയാണ് സംസാരം. ക്രിക്കറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് മാർക്ക് വരും. നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ടോക്കാണല്ലോ ഇതൊക്കെ. മാർക്ക് എല്ലാം വരും. എനിവേ, താങ്ക് യു സോ മച്ച്. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഷോ 95 മുതൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇതാണ്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. പക്ഷെ മെയിൻ വെടിക്കെട്ട് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് കാണാം അല്ലേ? നമുക്ക് ഇനിയും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അടുത്ത വർഷമൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്യുമെന്നാണ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാം? എക്സ്ട്രാ ഓർഡിനറി, വെരി നൈസ്, വെരി വെൽ കണ്ടക്റ്റഡ്. എവ്രിബഡി ഈസ് എൻജോയിങ്. ഫാമിലിയൊക്കെ വളരെ ഹാപ്പി. ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടേക്കും ആനുവൽ ഡേ വേണ്ട, ഇത് മതി, ഫാമിലി മീറ്റ് മതി എന്നാ പറയുന്നത്. നല്ലത് ആക്ച്വലി. വലിയൊരു റിസൾട്ട് നമുക്ക് ആക്ച്വലി. ഡെഫിനറ്റ്ലി വളരെ നല്ലൊരു റിസൾട്ടാണ്. എല്ലാവരും സന്തോഷിച്ചാണ് മടങ്ങി പോകാൻ പോകുന്നതിനുള്ള ഉറപ്പാണ്. ഇപ്പൊ തന്നെ സന്തോഷമാണ്. 9 മണി വരെ ആ പ്രോഗ്രാം ഉണ്ട്, ഈ പ്രോഗ്രാം ഉണ്ട്. ഇത് കാണാനുള്ള ത്രില്ല് 9 10 മണി വരെ പറഞ്ഞേക്കുന്നത്. 10 മണി വരെ ഡെഫിനറ്റ്ലി. ഇനി അങ്ങോട്ടേക്ക് സ്കിറ്റ് ഉണ്ട്, ഗാനമേളയുണ്ട്, റാം ഷോ ഉണ്ട്, അതെ അതെ. അത് ഇനി എന്റർടൈൻമെന്റ് തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. സ്പോർട്സ് സെക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആൻഡ് എന്റർടൈൻമെന്റ്. കഴിക്കാൻ പോയപ്പോ ഈ ലേഡീസിന്റെ വടംവലി മിസ്സായിപ്പോയി. വടംവലി പോയി. ഞങ്ങൾക്ക് അതിന്റെ സങ്കടത്തിൽ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ അമ്മ ഇങ്ങനെ ഒരു ഷോ വെച്ചത്. Exactly. Because this is the first time now. First time. Yeah, it's the first time. So ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാരും വന്നിട്ടുണ്ടോ? അല്ല, എന്റെ മോന് മാത്രമേ വന്നിട്ടുള്ളൂ. എൽഡർ സൺ, ഹസ്ബൻഡിന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ സെക്കൻഡ് സൺ ഹൈദരാബാദിലാണ്. അതുകൊണ്ടാണ്. ഓക്കെ. അത് അപ് ടിൽ 9 o'clock വരെ ഇല്ലേ? ഇനി കുക്കറി ഷോയിൽ ഞാനുണ്ട്. അതിനെ പറ്റി ചേച്ചി ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിട്ടോ. ചേച്ചി പ്രോഗ്രാംസ് എല്ലാം പറയുന്നുണ്ട്. കുക്കറി ഷോയിൽ എന്റെ പേരിട്ട്. സാധാരണ കുക്കറി ഷോയില് നമ്മളെ പോയിട്ടല്ല ചൂസ് ചെയ്യുക. ഇതെല്ലാവർക്കും യൂണിഫോമിക് ആയിട്ട് പറയുന്നു. അപ്പൊ അത് ഇപ്പൊ വിചാരിച്ചിരിക്കുന്ന ദൈവമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പഴങ്കഞ്ഞിയാണെങ്കിൽ ഓക്കെ. അത് നമ്മള് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടേ ഇല്ല. നമ്മളെപ്പോഴും അമ്മയുടെ മീറ്റിങ്ങിന് വരും, മീറ്റിംഗ് കഴിയും, അല്ലെ ഒരു ഷോ ഉണ്ടാവും, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതൊരു കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി അല്ലേ? ഒരുപാട് സന്തോഷം. വടംവലിയൊക്കെ വലിച്ചു. എല്ലാരും വടംവലി ഞാൻ കണ്ടില്ലടേ. ഭയങ്കര കഷ്ടമായി പോയി. ഫസ്റ്റാണ്. അങ്ങനെ ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചുകൂടി സന്തോഷം. ഇന്ന് ലാലേട്ടൻ അതാ പറഞ്ഞു, നമ്മൾ തുടക്കം ആയതല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്യാം, കുറെ പ്രോഗ്രാംസ് ചെയ്യാൻ കിടക്കല്ലേ. വേണം, അത് വേണം. ഇപ്പോഴേ എല്ലാവർക്കും ഒന്നുകൂടെ നമ്മളെ ഒരു കുടുംബം പോലെ ആവുള്ളൂ. പരസ്പരം ഒരു സ്നേഹവും ഒരു സഹകരണവും ഒക്കെ വരും. കണ്ടോ, എല്ലാവരുടെ അഭിപ്രായം ഇതാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരിക്കലും ഞങ്ങൾ പിരിയില്ല. ഞങ്ങളൊരു കുടുംബമാണ് ഇത് ആക്ച്വലി. അതെ, ഞങ്ങളൊരു കുടുംബമാണ്. അത് ഇപ്പൊ വർഷങ്ങളായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 22 വർഷം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇനി ആ ജീവാന്ന് പോയിക്കൊണ്ടിരിക്കും.
ക്രിക്കറ്റോ? അപ്പൊ പാപ്പ കളിച്ച മാത്രമേ കണ്ടുള്ളൂ, ഞാൻ കളിച്ച കണ്ടില്ല. നീ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ജോജി ഹാപ്പിയാണോ? ജോജി ഇങ്ങനൊക്കെ കാണണമെന്ന് ഓർത്തായിരുന്നോ? ജോജി മമ്മൂക്കനെയും ലാലേട്ടനെയും സുരേഷേട്ടനെയൊക്കെ കണ്ടോ? സന്തോഷായോ? കൊച്ചു ഭയങ്കര എക്സ്പെക്ടേഷനില്ല. വന്നപ്പോഴേ പറഞ്ഞു മമ്മൂക്ക അങ്കിളും ലാലങ്കിളും അവിടെ അമ്മ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അല്ലേ ഇത്, നമ്മളെല്ലാരും ഫസ്റ്റ് ടൈമാ. അമ്മ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലേ നമ്മൾ ഇയർലി വൺസ് അല്ലേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. ഇതിപ്പോ ഇങ്ങനെ ആദ്യമായിട്ടുള്ളപ്പോ എങ്ങനെയുണ്ടോ? അത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഞാനിപ്പോ ഇവരോട് പറഞ്ഞതേ ഉള്ളൂ, നമ്മള് ജനറൽ ബോഡി കൂടുമ്പോ എല്ലാവരും കൂടി ഇങ്ങനെ വർഷത്തിലൊരിക്കൽ കൂട്ടിമുട്ടുമെങ്കിലും ഇതുപോലെ ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു രസമുണ്ട്. അമ്മയ്ക്ക് കുറെ കാര്യം പറയാൻ കഴിയും. വെച്ചാൽ വീരിക്കുട്ടനും ഞാനും വീട്ടിൽ കാണാറില്ല, എപ്പം നോക്കിയാലും അസോസിയേഷന്റെ പ്രോഗ്രാമിനും കാര്യത്തിനും ഒക്കെ ആയിരുന്നു. അതെങ്ങനെയുണ്ട് അമ്മ ഇതിനെ കുറിച്ച്? വർക്ക് ഇവര് 24 മണിക്കൂർ ഇതിനകത്തായിരുന്നു. എനിക്ക് കാണാൻ കിട്ടാതെ അതിന്റെ ഒരു റിസൾട്ട് ഇവിടെ അറിഞ്ഞില്ലേ അമ്മ? അപ്പൊ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടപ്പോ അതിന്റെ റിസൾട്ട് വന്നപ്പോ ഒരു സന്തോഷം തോന്നി. അല്ല ഈ ദേഷ്യം വന്നേത് എന്തോ ഇങ്ങനെ കിടന്നു പണിയായിരുന്നു ഓർത്തത്. കണ്ടിന്യൂസ് ആക്ച്വലി ഇവിടെ ആയിരുന്നു രാത്രി 3 മണി വരെയൊക്കെ ഇവരെല്ലാരും വർക്ക് ചെയ്ത്. എനിവേ അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. എന്താ പറയാനുള്ളേ? എന്തോ ഐ ലവ് യു ഓൾ പറ. അങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കി പറ. ഐ ലവ് യു ഓൾ പറ്റി ഉമ്മ പറ. ഉമ്മ പറ. ഞാൻ ഭയങ്കര ഹാപ്പിയാ. അതെ 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 തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ 30 years കഴിഞ്ഞിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഇത്രയും നടക്കുകയാണ്. ഞങ്ങൾ സാധാരണ മീറ്റിങ്ങിന് വരുന്നു, 1 yearly വൺസ് ഉണ്ട്. അത് നമ്മുടെ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മുടേതായിട്ടുള്ള പ്രോഗ്രാംസ്. ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഞാൻ ഓൾറെഡി ഷോപ്പിൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് നല്ല സർവീസ് ആയിരുന്നു, എനിക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമർ തന്നെയാണ്. സ്റ്റാർട്ട് ഇന്ത്യ എനിക്ക് എക്സിബിഷൻ ആണ്. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ ഫാമിലിയിലെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ എല്ലാവർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി ആർട്ടിസ്റ്റ് എല്ലാവർക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്യാൻ. ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ എന്താണ് നമ്മുടെ ട്രെൻഡി കളക്ഷൻസ് വന്നെന്ന് പറഞ്ഞാൽ അപ്പൊ ബ്രൈഡ്സ് ഓഫ് മഹാറാണി നിങ്ങൾ എല്ലാവരും പോയി കാണുക. ഓക്കെ, കാണണല്ല, പർച്ചേസ് ചെയ്യണം. ഓക്കെ, അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.